ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. നോക്കല്ലേ എങ്ങനെ എന്താ ക്വസ്റ്റ്യൻ? 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, 3 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കും. ഇത് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഡിഫൈൻഡ് ഓൺ, നമുക്കറിയാം, നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി ആണ് അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ഡിഫൈൻഡ് എന്താവണം? ആ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിന്റെ ഉള്ളിലുള്ള ആളായിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എന്താ വരുന്നത്? മൈനസ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് -π/2 മുതൽ π/2 വരെ. ഇവിടെ ഏതാ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? എക്സ് ബിലോങ്സ് ടു -π/2 ടു π/2, ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, 0 to π ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ഒരു സൂപ്പർബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13 π/4. നമ്മൾ തൊട്ട് മുന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി എഴുതിയത് പ്രകാരം നമ്മൾ നേരെ, പല ആളുകൾക്കും മിസ്റ്റേക്ക് വരും, ഇത് നേരെ നമ്മൾ എന്ത് എഴുതും? വേർ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ നേരെ ആൻസർ എന്ത് ചെയ്തും? 13 π/4 എന്നുള്ള ആൻസർ എഴുതും. അത് തെറ്റാണ്. 13 π/4 എന്നുള്ളത് ഈ -π/2ന്റെയും π/2ന്റെയും പുറമേ ഉള്ള ഒരു ആംഗിൾ ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13 π/4. ഇതിനെ സിംപ്ലിഫൈ, ഈ 13 π/4നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം, നോക്കിക്കോ. 13 π/4നെ നമുക്കൊന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? 13 π/4 അല്ലേ? എത്ര പൈ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 13 π കിട്ടും? അതായത് ഒരു 3 π 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 12 π എന്ന് കിട്ടും. അതായത് ഇവിടെ ഒരു 1 π റിമൈൻഡർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 π പ്ലസ് 1 π എന്ന് പറഞ്ഞ പൈ തന്നെയാണല്ലോ, π/4 എന്ന് എഴുതാം. ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്ക്. 3 π × 4 എന്താ? 12 π. 12 π പ്ലസ് π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 13 π/4 തന്നെയാണ് വരിക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ 13 π/4ന് പകരം ആരെ എഴുതാം? 3 π പ്ലസ് π/4 എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 π പ്ലസ് π/4. ഇനി ഈ ഒരു സൈൻ 3 π പ്ലസ് π/4ന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് കാണണം. നമുക്കറിയാം നമ്മളെ ASTC അല്ലേ, നമ്മൾ ഒരു ട്രിഗണോമെട്രിയിലൊക്കെ പഠിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ASTC ഇതിൽ ഇവിടെയാണ് പൈ 0 വരുന്നത് അല്ലേ, 0 വരുന്നത്. ഇവിടെ പൈ വരും, ഇവിടെ 2 π വരും, ഇവിടെ 3 π വരും, ഇവിടെ 4 π വരും, ഇവിടെ 5 π വരും. അതങ്ങനെ ഓരോ സർക്കിൾ കവർ ചെയ്യുമ്പോൾ 3 π. ഓഡ് നമ്പേഴ്സ് കംപ്ലീറ്റ് പൈ എവിടെ വരും? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരും. ഈവൻ നമ്പേഴ്സ് ഇൻറ്റു പൈ ഏത് സൈഡിൽ വരും? 0, 2 π, 4 π, 6 π, 8 π, അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് വരുന്നത് ആരാണ്? 3 π ആണ് വരുന്നത്. അപ്പോൾ 3 π പ്ലസ് π/4 ആണ് നമ്മളോട് ചോദിച്ചത്. 3 πന്റെ കൂടെ ആരെ കൂട്ടണം? π/4 45നെ കൂട്ടണം. അപ്പോൾ ഏതാ ക്വാഡ്രന്റ് വരിക? നമുക്ക് കിട്ടുന്ന ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ടാനും കോട്ട് ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈക്വൽ ടു എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 π പ്ലസ് π/4നെ നമുക്ക് എങ്ങനെ വരും? മൈനസ് സൈൻ π/4 എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു, നമുക്ക് അതിനെങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഈ ഒരു നമ്മൾ ജനറേറ്റ് ചെയ്ത ഇക്വേഷനെ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/4 എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ച ഇപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, വേറെ എക്സ് ബിലോങ്സ് ടു എന്താണ്? -π/20 π/20 ബിറ്റ്വീനിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? π/4 ആണ്. π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 45 ഡിഗ്രി -90 അടിയിലുള്ള ആളാണ്. ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ ആക്കി എന്താ എഴുതാം? ഈക്വൽ ടു -π/4 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണ്?